സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുന്നു. 2 ജില്ലകളിൽ നിന്നായി 33 കിലോ കഞ്ചാവ് പിടികൂടി. വിവിധയിടങ്ങളിൽ MDMAയും പിടികൂടി. 10 പേരാണ് ഇന്ന് പിടിയിലായത്. ഇടുക്കി തൊടുപുഴയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ 2 പേർ അറസ്റ്റിലായി. പാലക്കാട് അട്ടപ്പാടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 14 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. കോട്ടത്തറയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പാക്കറ്റുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6.5 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ഷാലിമാർ എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഒഡീഷ സ്വദേശി അഷ്പിൻ ചന്ദ്രനായിക്കിനെ പിടികൂടി. എറണാകുളം മരടിൽ നിന്നാണ് 13 കിലോ കഞ്ചാവ് പിടികൂടിയത്. പാലക്കാട് സ്വദേശി അജീഷിനെ ഡാൻസ് ഓഫ് പിടികൂടി. പത്തനംതിട്ട പന്തളം കുരമ്പാലയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് MDMAയുമായി ജീവനക്കാരൻ പിടിയിലായി. 4 ഗ്രാം MDMAയുമായി തൃക്കുന്നപ്പുഴ പല്ലന സ്വദേശി അനിയാണ് പിടിയിലായത്. മഞ്ചേശ്വരത്ത് 3 മയക്കുമരുന്ന് കേസുകളിലായി 4 പേർ പിടിയിലായി. മഞ്ചേശ്വരം സ്വദേശി അൻവർ, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ, CA മുഹമ്മദ് ഫിറോസ്, അല്ലാമ ഇക്ബാൽ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ചേറ്റുവയിൽ കക്കയിറച്ചി വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവിനെ വാടാനപ്പള്ളി പോലീസ് പിടികൂടി. എങ്ങണ്ടിയൂർ സ്വദേശി വെങ്കിടി വീട്ടിൽ അഖിനാണ് പിടിയിലായത്. ന്യൂസ് ഡെസ്ക് 24.